ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് റമദാൻ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കും ആയിട്ടാണ് ഞാൻ വന്നിന്. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 3-4 ആൾക്ക് കുടിക്കാൻ പറ്റിയൊരു ക്വാണ്ടിറ്റിയിലാണ്. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇതേപോലത്തെ നമ്മൾ നേരിയ സേമിയയില്ലേ, വേർമിസെല്ലി, അതിട്ട് കൊടുക്കുക. ഇതൊരു 1/2 കപ്പ് ഉണ്ട്. ഇത് വേഗം വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വേവുന്നൊരു സേമിയാണിത്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബദാം പൗഡർ നല്ല ഫൈനായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഈ ബദാം പൗഡർ നല്ല ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ ബദാമിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്താൽ നല്ല ഫൈനായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ മധുരം പോലെ നമുക്ക് കൂട്ടിയും കുറച്ചും ആക്കാം. എന്നിട്ട് ഞാനൊന്ന് മധുരം ചെക്ക് ചെയ്തിട്ട് മധുരം പോരാന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം. എന്നിട്ട് ഇത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതാണ്, അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം നല്ലോണം കുറക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഈ ഡ്രിങ്ക് അധികം കട്ടിയാവാൻ പാടില്ല. 1/2 ലിറ്റർ പാലിന് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കറക്റ്റാണ്. ഇനി ഇതിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട്സും ബദാമും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് കസ്കസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഡ്രിങ്ക് റെഡിയായിന്. ഇത് ഇഫ്താറിന് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. നമ്മളെ വയറ് പെട്ടെന്ന് ഫില്ലാവും ഇത് കുടിക്കുമ്പോൾ. ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നാൽ കാണാൻ നല്ല രസമുണ്ടാവും. ഈ റമദാനിൽ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. ബൈ.